ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അലൈനിലുള്ള ഷെയ്ഖ് സായിദ് പാലസിലേക്കാണ്. ഷെയ്ഖ് സായിദ് പാലസ് ഇപ്പോൾ അറിയപ്പെടുന്നത് അലൈൻ പാലസ് മ്യൂസിയം എന്നാണ്. അപ്പോൾ അതിനുള്ളിൽ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അലൈൻ പാലസിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവർ ഗവ എന്ന് പറയുന്ന അറബിക് കോഫി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ധാരാളം ഇംഗ്ലീഷ് ആളുകൾ, ഫോറിനേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഇത് അലൈനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UAE ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ആൻഡ് ഫാമിലി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇന്ന് ഞാൻ ഈ പാലസ് കാണാൻ എത്തിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള എബിൻ അലോഷ്യസും ഫാമിലിയും നാട്ടിൽ നിന്ന് അലൈൻ സന്ദർശിക്കാൻ എത്തിയിരുന്നു. UAE സന്ദർശിക്കാൻ എത്തിയതിൻ്റെ ഭാഗമായിട്ട് അവർ അലൈനിൽ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയ ഈ അലൈൻ പാലസ് മ്യൂസിയത്തിലേക്ക് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മൺഡേ ഇവിടെ ഓഫാണ്. മൺഡേ ഇത് ഓപ്പൺ അല്ല. അല്ലാത്ത ദിവസങ്ങളിൽ 9 AM to 7 PM ആണ് ഇവിടുത്തെ ടൈമിങ്. കൂടാതെ ഇവിടെ എൻട്രി ഫീ ഇല്ല. അപ്പോൾ ഇത് ഫ്രീ ആണ്. ബാക്കിയുള്ള മ്യൂസിയങ്ങളിലൊക്കെ കയറണമെങ്കിലും ഫീസുണ്ട്. അതിപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൺഡേ ഓഫാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പ്രത്യേകം പറഞ്ഞത്, നമ്മളെല്ലാ വീഡിയോ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ വീഡിയോയുടെ കൂടെ. എങ്ങനെയാണ് ഹോട്ടലിൽ താമസിക്കുന്നത് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെയാണ് താമസിക്കാൻ പറ്റുക, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മുടെ എല്ലാ വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സുഹൃത്തായ എബിൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും എല്ലാം കൂടെ ആണ് ഞങ്ങൾ ഈ പാലസ് ഇപ്പോൾ കാണാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ കയറി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ അൽ നഹിയാൻ ഫാമിലിയുടെ ഫാമിലി ട്രീ വെച്ചിട്ടുണ്ട്. അൽ നഹിയാൻ ഫാമിലിയുടെ ഫാമിലി ട്രീയും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ അൽ നഹിയാൻ ഫാമിലി ഉണ്ടായിരുന്ന റൂളേഴ്സിൻ്റെ പേരുകളാണ്. ഏതൊക്കെ വർഷങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്, ഏതൊക്കെ വർഷങ്ങളിലാണ് അവർ റൂളറായിട്ട് ഭരിച്ചിരുന്നത് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു വലിയൊരു അങ്കണത്തിലേക്കാണ് എത്തുക. ഇവിടെ വെള്ളം ആർട്ടിഫിഷ്യലായിട്ട് ഈ ഒരു പോണ്ടിലേക്ക് വീഴുന്നതായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അൽ നഹിയാൻ ഫാമിലിയിലെ തന്നെ ഷെയ്ഖ് സായിദ് താമസിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ മക്കളും താമസിച്ചിരുന്ന ബെഡ്റൂമിലേക്കും മറ്റു മുറികളിലേക്കുമാണ്. ഇത് മക്കൾ താമസിച്ചിരുന്ന മുറികളാണ്. ഇവിടുത്തെ അലമാരിയും മറ്റ് എക്യുപ്മെൻറ്റ്സും അതേപടി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് എപ്പോഴും. ഇതിൻ്റെ മുകളിൽ റൂഫ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഈന്തപ്പന രണ്ടായിട്ട് കീറി ആണ് അതിൻ്റെ റൂഫായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോസും എല്ലാം ഈന്തപ്പനയുടെ തടികൾ കൊണ്ടൊക്കെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാസേജ് കഴിഞ്ഞാലാണ് ഷെയ്ഖ് സായിദിൻ്റെ ബെഡ്റൂമിലേക്ക് എത്തുക. ഈ കാണുന്നതാണ് ഷെയ്ഖ് സായിദും അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിച്ചിരുന്ന ബെഡ്റൂം. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിളക്കുകളും തോക്കുകളും മറ്റ് ആയുധങ്ങളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അലമാരിയൊക്കെ വെച്ചിട്ടുണ്ട്. എബിൻ്റെ മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെയാണോ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ. നമുക്ക് ഈ നടയിറങ്ങി താഴേക്ക് പോവാം. നിങ്ങൾ കാണാൻ സാധിക്കും, പണ്ട് കാലത്ത് കയറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സ്റ്റെപ്പ് കയറുവാനും ഇറങ്ങുവാനും സൈഡിലായിട്ട് സൈഡ് റെയിൽസായിട്ട് കയർ കൊണ്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കിണറാണ് കാണാൻ സാധിക്കുക. ഇത് നേരത്തെ ഞാൻ വന്നിരുന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കയറൊന്നും താഴെ പോയിരുന്നു, കിണറിനുള്ളിൽ പോയിരുന്നു. ഇപ്പോൾ അവ വീണ്ടും അവർ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ കാണുന്നെല്ലാം വിസിറ്റേഴ്സിനെ റിസീവ് ചെയ്യാനുള്ള റൂമുകളാണ്. ആ മരത്തിന് അപ്പുറത്തായിട്ടാണ് അടുക്കള ഇവിടെ അവർ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടുത്തെ അടുക്കളയുടെ ആർട്ടിക്കിൾസ് എല്ലാം, എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. ഇപ്പോൾ അവർ വൃത്തിയാക്കി വീണ്ടും വലകളൊക്കെ ഇട്ടു. ആൾക്കാരും കുപ്പിയോ മറ്റ് പേപ്പറുകളോ ഒന്നും അതിൻ്റെ അകത്ത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തു വെച്ചത്.
ഇവിടെയാണ് വിസിറ്റേഴ്സ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങളും വിളക്കുകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു അവർ പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അടുക്കളയിലെ വിവിധങ്ങളായിട്ടുള്ള പാത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പാലസിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1937 നിർമ്മിച്ചത്. അതിനുശേഷം 1966 ആയപ്പോഴത്തേക്കും ഷെയ്ഖ് സയ്യിദും ഫാമിലിയും അബുദാബിയിലേക്ക് താമസം മാറ്റി. അതിനുശേഷം 1998 ഇത് മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു. 1998 ശേഷം അല്പം റിനോവേഷനൊക്കെ നടത്തി 2001 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഇതാണ് മറ്റൊരു ഏരിയ, ആൾക്കാരെ റിസീവ് ചെയ്യാനും ഫ്രണ്ട്സിനെ റിസീവ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയ. ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചണ്. ഇവിടെ ഒത്തിരി ധാരാളം ആളുകൾ ഈ പാലസ് മ്യൂസിയം കാണാൻ വേണ്ടി എല്ലാ സമയവും എത്താറുണ്ട്. പ്രത്യേകിച്ചും ഫോറിനേഴ്സാണ് കൂടുതലായിട്ട് എത്തുക. അവർ ഗൂഗിളിലൊക്കെ നോക്കി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി എത്താറുണ്ട്. ഈ പാലസ് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അലൈൻ ഒയാസിസ് സ്ഥിതി ചെയ്യുക. UAE ഏറ്റവും വലിയ ഒയാസിസ് ആണ് അലൈൻ ഒയാസിസ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കാണെങ്കിൽ, കാണുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ മജ്ലിസ് കാണാം. അതുപോലെ തന്നെ ധാരാളം പക്ഷികൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഒത്തിരി പ്രാവുകളും ഈ ഏരിയയിൽ കാണാൻ സാധിക്കും. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് നിന്ന് ഈ ഏരിയകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറബി വന്ന് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം കേരളം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരളം വളരെയധികം ഇഷ്ടമായി. മൂന്നാറും അതുപോലെ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് സംശയം ചോദിച്ചു. ഇവിടെ ക്ലീനേഴ്സും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളെല്ലാം എപ്പോഴും ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റീസും ഉണ്ട്. ഈ കാണുന്ന ഒരു ലാൻഡ് റോവർ കാറാണ്. അദ്ദേഹം ഷെയ്ഖ് സയ്യിദ് ഉപയോഗിച്ചിരുന്ന ലാൻഡ് റോവർ കാറാണ്. അതുപോലെ പാലസിലെത്തുന്ന ആളുകൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പാലസ് മ്യൂസിയത്തിൻ്റെ ഒരു കട്ട് ബോർഡ് അവർ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കയറി വരുന്നതിൻ്റെ വലതുവശത്തായിട്ടാണ് റിസപ്ഷനും അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെക്യൂരിറ്റീസും ഇരിക്കുക. ഇതാണ് അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ ഒരു ചുരുക്കരൂപം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂട്ടുകാരനായ എബിനും ഫാമിലിക്കും വളരെയധികം ഈ മ്യൂസിയം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ UAE അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കോ അലൈൻ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ കാണാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു അഗെയിൻ. ബൈ ബൈ.